കേരള സർവകലാശാലയിലെ ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 2024 നടന്ന LLB പരീക്ഷയുടെ ഒന്നാം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 49 വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത്. പക്ഷേ പുനർമൂല്യനിർണ്ണയത്തിൽ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും ജയിച്ചു. 10 മാർക്കിലധികമാണ് എല്ലാവർക്കും ലഭിച്ചത്. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയ്ക്കെതിരെ സർവകലാശാല വളപ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നിയമ വിദ്യാർത്ഥികൾ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്? മൂല്യനിർണ്ണയത്തിൽ എങ്ങനെ വീഴ്ച സംഭവിച്ചു? പരിശോധിക്കാം വിശദമായി. വല്ലാത്തൊരു മാർക്കിടൽ. പെൺകുട്ടികൾ ഉൾപ്പെടെ കോളറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുത്തെ വലിച്ചത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലോ കോളേജുകളിൽ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. സർവകലാശാലയിൽ CJP സമരത്തിന്റെ മാതൃകയിൽ പ്രതിഷേധം ആരംഭിച്ചു. SFIയും ABVP നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. സ്വാന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, വല്ലാത്തൊരു മാർക്കിടലാണ് നടന്നിട്ടുള്ളത്. അതിലൊരു പ്രതിഷേധമില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്തായാലും ആ ഒരു പ്രതിഷേധിക്കുക തന്നെയാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നതെന്നാണ് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ഇത് മുൻപുണ്ടായിട്ടുള്ളൊരു വിദ്യാർത്ഥി പ്രതിഷേധം നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതിഷേധം CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമുണ്ട്. അതേ സമാന രീതിയിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥികൾ കടക്കുന്നത്, അല്ലേ? ശ്രുതി, കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലോ കോളേജുകളിലെ മൂല്യനിർണ്ണയം അതിൽ വലിയ അപാകതകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ പ്രതിഷേധം നടക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടന്നു, മാർച്ച് നടന്നു, വലിയ സംഘർഷമൊക്കെ തന്നെയും അതിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ശ്രുതി, നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കുട്ടികളൊന്നും തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ഭാഗമായിട്ടുള്ള കുട്ടികളല്ല, മറിച്ച് ഒരു ജെൻസി പ്രൊട്ടസ്റ്റിന്റെ മാതൃകയിൽ ഇവർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, വിവിധ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. മൂല്യനിർണ്ണയം, മൂല്യമില്ലാത്ത മൂല്യനിർണ്ണയം എന്നെഴുതിയ പ്ലക്കാർഡുകളുണ്ട്, ലേശമുളുപ്പ് കാണിക്കൂ എന്നുള്ള പോസ്റ്ററുണ്ട്. അങ്ങനെ വിവിധ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ എന്തിയാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ അധികൃതരെ കാണണം എന്നുള്ളതാണ്. ഒന്നെങ്കിൽ VCയെ കാണണം, ഇല്ലെങ്കിൽ പരീക്ഷാ കൺട്രോളർ, അതുമല്ലെങ്കിൽ രജിസ്ട്രാർ, ആരെങ്കിലും ഒരാളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അറിയിക്കണം എന്നുള്ളതാണ്. പക്ഷേ ശ്രുതി, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ 3 പേരും ഇന്നിവിടെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അത് പറയും വരെ, അല്ലെങ്കിൽ അത് അംഗീകരിക്കും വരെ ഈ പ്രതിഷേധം ഇവിടെ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവർ സ്വതന്ത്രമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് സമരം മുന്നോട്ട്? വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ഒരു ആവശ്യമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമ വിദ്യാർത്ഥികൾ LLBയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകളാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാവുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ തോറ്റുപോവുകയാണ്. സ്വാഭാവികമാണ്, ആ വിദ്യാർത്ഥികൾ റീവാലുവേഷൻ കൊടുക്കുന്നു. റീവാലുവേഷന്റെ ഫീ എന്ന് പറയുന്നത് 820 രൂപയാണ് ഒരു സബ്ജക്റ്റിന്. അങ്ങനെ 5 സബ്ജക്റ്റിന് കൊടുക്കുമ്പോൾ 4200 രൂപ ഒരു കുട്ടി റീവാലുവേഷന് വേണ്ടി മാത്രം കൊടുക്കുകയാണ്. അങ്ങനെ റീവാലുവേഷന് ശേഷം ആ കുട്ടി ആ വിഷയത്തിൽ പാസ്സാവുകയാണ്, അല്ലെങ്കിൽ ആ സെമിസ്റ്ററിൽ പാസ്സാവുകയാണ്. അങ്ങനെ പാസ്സായാൽ പോലും ആ നിലവിൽ കൊടുത്ത റീവാലുവേഷൻ ഫീ തിരികെ തരാനുള്ള നടപടികളൊന്നും തന്നെ. ഇതിപ്പോ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പ്രതിഷേധത്തിന് പുറമെയാണ് സ്വതന്ത്രമായ തരത്തിലുള്ള ഒരു പ്രതിഷേധം കൂടി നടത്തുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ്. വ്യത്യസ്ത നിയമ കലാലയങ്ങളിൽ പഠിക്കുന്ന, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുന്ന, വ്യത്യസ്ത പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് പോകാനാണ് നിശ്ചിതകാലത്തിൽ തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നത് വരെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന്, വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ഞങ്ങളുടെ ഈ വിഷയത്തിൽ ലഭിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. മാതൃകയിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ സമരം. അതെ, അങ്ങനെ തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതിന്റെ ഭാഗമാണ്. ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് വ്യത്യസ്ത സമരമുറകളുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രുതി, നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഇരുന്ന് ഈ ജെൻസി സമര മാതൃകയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളൊക്കെ തന്നെയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം തന്നെയാണ്
തന്നെയാണ് എന്തായാലും ഈ വിദ്യാർത്ഥികളും വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ വിവിധ ലോ കോളേജുകളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ പ്രതിഷേധത്തിലെ പ്രധാന കാര്യത്തിലേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ ശ്രുതി ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോ കോളേജിലെ പരീക്ഷ നടക്കുന്നു. അതിൽ എഴുതുന്ന ഇപ്പോൾ 40 വിദ്യാർത്ഥികൾ എഴുതുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് ഒരു 30 വിദ്യാർത്ഥികളും തോൽക്കുന്നു. അത് അവർ റിവാലുവേഷന് വീണ്ടും പൈസ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സബ്ജക്ട് റിവാലുവേഷന് കൊടുക്കണമെങ്കിൽ 820 രൂപയാണ്. ആ 820 രൂപ കൊടുത്ത് റിവാലുവേഷന് കൊടുക്കുമ്പോൾ പല വിദ്യാർത്ഥികളും 10ഉം 15ഉം മാർക്ക് കൂടുതൽ ലഭിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിലൊരു പിഴവ് എല്ലാവരുടെയും കാര്യത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ശ്രുതി, ഈ റിവാലുവേഷന് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ സേ പരീക്ഷയും വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിവാലുവേഷന് കൊടുത്തിട്ട് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൃത്യമായ ഉത്തരം വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ സേ പരീക്ഷ എഴുതാനും പണമടച്ച് സേ പരീക്ഷയ്ക്കും തയ്യാറെടുക്കും. അപ്പോൾ രണ്ട് പൈസയും, സേ പരീക്ഷയ്ക്ക് അടയ്ക്കുന്ന പൈസയും അതുപോലെ തന്നെ റിവാലുവേഷന്റെ പൈസയും ഈ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ ഒരു കൊള്ളയാണ് ഈ പരീക്ഷാ മൂല്യനിർണ്ണയത്തിന്റെ പേരിൽ അധികൃതർ നടത്തുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു സമരം എന്തായാലും ഇവരിവിടെ നടത്തി വരുന്നത്. രാവിലെ ഇപ്പോൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരവും നമ്മൾ കണ്ടു. SFI ആണ് ആദ്യം ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തിയത്. അത് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് പിന്നീട് അവരെ കമ്മീഷണർ ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ABVPയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ABVP മാർച്ചും വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ABVP പ്രവർത്തകരെയൊക്കെ തന്നെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ SFI പ്രവർത്തകരെയും നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കി. അങ്ങനെ വലിയ പ്രതിഷേധം, ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന് പുറമെയാണ് ഇപ്പോൾ സ്വതന്ത്രമായി കൂടി ഇവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണല്ലോ അവർ ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിശദീകരണം വേണം ഇതിൽ എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം, അവർക്ക് നൽകിയിട്ടുള്ള മറുപടി എന്തായിരുന്നു, ഇതിൽ നമ്മൾ വിശദീകരണം തേടുമ്പോൾ എന്താണ് അവർ പറയുന്നത്, ഇതിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ചർച്ചയിലേക്കോ ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആവശ്യം നടപ്പാക്കുന്നതിലേക്കോ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ശ്രുതി, ഇപ്പോൾ പ്രധാനമായും ഇവർ കാണാൻ ശ്രമിച്ചിരിക്കുന്നത് VCയെയും രജിസ്ട്രാറേയും അതുപോലെ തന്നെ പരീക്ഷാ കൺട്രോളറേയുമാണ്. ഈ 3 പേരും ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഈ 3 പേരും ഇന്ന് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ കൃത്യമായി ഇവർക്ക് ആരോടും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്തപ്പോൾ SFI ആണെങ്കിലും ABVP ആണെങ്കിലും ഒക്കെ സമരം ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. 3 പേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നടന്ന ഒരു സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നു. ശ്രുതിയായ സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം, ഇത്തരത്തിലൊരു ആരോപണം ആക്ഷേപം ഒക്കെ ഉയർന്നു വന്ന സമയത്ത് ഈ റിവാലുവേഷൻ ഒഴിവാക്കാം എന്നുള്ള തീരുമാനം, അത് ഇപ്പോൾ ഒരു പേപ്പർ, ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ ഒരു അധ്യാപകനോ ചെക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു തവണ കൂടി ചെക്ക് ചെയ്യുക, ഡബിൾ ചെക്കിംഗ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെ 2 അധ്യാപകർ ചെക്ക് ചെയ്താലും 2 അധ്യാപകർ ചെക്ക് ചെയ്യുന്നതിൽ ഇവർക്കൊരു പ്രശ്നമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കാരണം അങ്ങനെ 2 പേർ ചെക്ക് ചെയ്താലും കൃത്യമായി മാർക്ക് കൂടണം എന്നില്ല. അപ്പോൾ ഈ റിവാലുവേഷൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും പറയുന്നത്. റിവാലുവേഷൻ ഇല്ലാതായ സ്വാഭാവികമായിട്ടും ജയിച്ചു വരാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് മങ്ങുകയാണ്. അതുകൊണ്ട് റിവാലുവേഷൻ വേണ്ട എന്നല്ല, പക്ഷെ കൃത്യമായ ഒരു ആൻസർ കീ നൽകിക്കൊണ്ട് ഈ റിവാലുവേഷനും അതുപോലെ തന്നെ പേപ്പറിന്റെ മൂല്യനിർണ്ണയം ഒക്കെ നടത്തണം എന്നുള്ളതാണ്. പരീക്ഷ കഴിഞ്ഞ് ഒരു 7 ദിവസത്തിനകത്ത് തന്നെ കൃത്യമായി ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം തന്നെ അടങ്ങിയ ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തണം എന്നൊക്കെയുള്ള കാര്യമാണ് എന്തായാലും വിദ്യാർത്ഥികൾ ഇതുമായി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. അല്ലാതെ ഇന്നത്തെ സമരത്തിന് ശേഷം ഇവർക്ക് ഏതെങ്കിലും അധികൃതരെ കാണാനോ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ എന്തായാലും ഇവരിവിടെ തന്നെ സമരം തുടരുമെന്നുള്ളതാണ്. പക്ഷേ എത്ര സമയം ഇവർക്കിവിടെ സമരം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. ശ്രുതി, ഇപ്പോൾ കുറെ അധികം സമയം കഴിയുകയാണെങ്കിൽ പോലീസ് ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയുമുണ്ട്. കാരണം വളരെയധികം കുട്ടികൾ എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ള ചോദ്യമൊക്കെ തന്നെയുമുണ്ട്. അത് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സംഘർഷാവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വന്ന തീരുമാനം മാത്രമാണ് മുന്നിലുള്ളത്. ഇവർക്ക് മറ്റ് അധികൃതരെ ഒന്നും കാണുവാനോ ഇവരുടെ ആവശ്യങ്ങൾ പറയുവാനോ സാധിച്ചിട്ടില്ല. എന്തായാലും അത് പറയും വരെ ഈ പ്രതിഷേധവുമായി സമരവുമായി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളാണ് അവരുടെ സമരത്തെ വിലക്കുറച്ച് കാണരുത്. ആ സമരം അവരെന്തിനാണ് നടത്തുന്നത് എന്നുള്ളത് കൂടി വ്യക്തമാക്കി അതിൽ കൃത്യമായിട്ടുള്ള പരിഹാരം കാണുക എന്നതാണ് അധികൃതരോട് പറയാനുള്ളത്.